നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകർക്ക് അത്ര ശുഭകരമല്ല. സൗദി സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ മത്സരത്തിൽ അലി അൽ ബുലൈഹിയുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് റെഡ് കാർഡ് കൊടുത്തിരുന്നല്ലോ. ഇപ്പോൾ 2 മത്സരങ്ങളുടെ വിലക്ക് താരത്തിന് ഏർപ്പെടുത്തിയേക്കും എന്നാണ് സൗദി അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഇതാ 19-ാം തീയതിയിലെ അൽ ഫൈഹയ്ക്കെതിരെയുള്ള മത്സരവും 27-ാം തീയതിയിലെ അൽ ഖലീജിനെതിരെയുള്ള മത്സരവും നഷ്ടമാകും. പിന്നെ അദ്ദേഹം തിരികെ വരിക കിങ്സ് കപ്പ് ഓഫ് ചാമ്പ്യൻസിന്റെ സെമി ഫൈനൽ മത്സരത്തിനായിരിക്കും. ആ കളി വരുന്നത് മെയ് 1-നാണ്. അൽ നസറും അൽ ഖലീജും തമ്മിലാണ് ആ ഒരു മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. കിങ്സ് കപ്പ് ഓഫ് ചാമ്പ്യൻസിന്റെ ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ അൽ ഇത്തിഹാദും അൽ ഹിലാലും തമ്മിലാണ് പോരാട്ടം. ഇനി 2 ടീമുകൾ, അതായത് അൽ ഹിലാലും അൽ നസറും സെമി ഫൈനൽ കടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അലി അൽ ബുലൈഹി ക്രിസ്ത്യാനോ പോരിന് കളം അവിടെ ഒരുങ്ങും. അതെന്തായാലും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇതിപ്പോൾ ക്രിസ്ത്യാനോക്ക് നേരത്തെയും ഇതുപോലെ സൗദി അറേബ്യയിൽ വിലക്ക് കിട്ടിയത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് മറ്റൊരു ഇൻസിഡന്റിന്റെ പേരിലാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ജസ്റ്റർ അത് അശ്ലീലാംഗ്യമാണ് എന്ന തരത്തിൽ അന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. അങ്ങനെയാണ് അന്ന് അദ്ദേഹത്തിന് ആ ഒരു ബാന് കിട്ടിയത്. ഇപ്പോൾ ഈ ഒരു പ്രശ്നം, അതായത് അലി അൽ ബുലൈഹിയുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നം ഇത്തരത്തിൽ അദ്ദേഹത്തിന് ബാനിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയാണ്. അതേസമയം മറ്റു ചില കോണുകളിൽ നിന്ന് അലി അൽ ബുലൈഹിക്കും അൽ ഹിലാലിനും ചില പ്രത്യേക നിയമങ്ങളുണ്ടോ? കാരണം അലി അൽ ബുലൈഹിക്ക് ആ ബോൾ ഗ്രാബ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ത്രോ അൽ നസറിൻ്റെതാണ്. അതിനാണ് ക്രിസ്ത്യാനോ ശ്രമിച്ചത്. ക്രിസ്ത്യാനോയെ ആദ്യം കിക്ക് ചെയ്തത് അലി അൽ ബുലൈഹിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്ന ചോദ്യങ്ങൾ മറുഭാഗത്ത് നിന്ന് ഉയരുന്നുമുണ്ട്. എന്തായാലും കാത്തിരിക്കാം ഇക്കാര്യത്തിൽ ഒഫീഷ്യലായിട്ട് എന്ത് പ്രഖ്യാപനം വരും എന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.